നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരൊറ്റ വീഡിയോയിലൂടെ 2 സ്മാർട്ട് ഫോണുകൾ ഒരുമിച്ച് അൺബോക്സ് ചെയ്യാൻ പോകുന്നു. യെസ്, മോട്ടോറോള പുറത്തിറക്കിയ മോട്ടോ G10 എന്ന ഫോണും അതുപോലെ മോട്ടോ G30 എന്ന ഫോണുമാണ് നമ്മളിന്ന് ഒരുമിച്ച് അൺബോക്സ് ചെയ്യുന്നത്. ഈ ഫോണുകൾ തമ്മിൽ കാര്യമായിട്ടുള്ളൊരു വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളിന്ന് ഇവ രണ്ടും ഒരുമിച്ച് ഒരു വീഡിയോയിലൂടെ അൺബോക്സ് ചെയ്യുന്നത്. അടുത്ത കാലത്തായിട്ട് നിരവധി സ്മാർട്ട് ഫോണുകളാണ് മോട്ടോറോളയും പുറത്തിറക്കുന്നത്. ഇതിൻ്റെ എല്ലാം ബോക്സ് കണ്ടു കഴിഞ്ഞാൽ ഐഡൻറ്റിക്കലാണ്, ഒരേ പാറ്റേൺ ആണ് ഇതിൻ്റെ ഒരു ബോക്സ്. മോട്ടോറോള ഫോണുകൾ അടിപൊളിയാണ്, പക്ഷേ ബോക്സ് പലപ്പോഴും അത്ര മികച്ചതല്ല. ബോക്സിലെല്ലാ കാര്യം ഫോണിലാണെന്നറിയാം, എന്നിരുന്നാലും മറ്റ് ഫോണുകളുടെ ബോക്സുമായിട്ടൊക്കെ നോക്കുമ്പോൾ അത്രയും ഒരു പ്രൊഫഷണൽ ലുക്ക് പലപ്പോഴും ഇതിൻ്റെ ബോക്സിന് വന്നിട്ടില്ല എന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞോളട്ടെ. അപ്പോൾ ഇവിടെ മോട്ടോ G10 പവർ, അതുപോലെ ഇവിടെ മോട്ടോ G30, ഇങ്ങനെയാണ് ഇതിൻ്റെ മോഡൽ നെയിം. ഓർക്കുക, മോട്ടോ G10 പവർ G30. അപ്പോൾ ഇതിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മോട്ടോ G10 പവർ വന്നിട്ട് 6000 mAh ബാറ്ററി. മോട്ടോ G30യുടെ പ്രത്യേകത 64 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സിസ്റ്റം പ്ലസ് നൈറ്റ് വിഷൻ. എനിവേ നമുക്ക് ഈ 2 ഫോണുകളും ഒരുമിച്ച് അൺബോക്സ് ചെയ്യാം. അതുപോലെ മോട്ടോറോള ഫോണുകളുടെ മറ്റൊരു പ്രത്യേകത, നമ്മൾ ബോക്സ് അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പേ അറിയാം. ഇപ്പം പല ബ്രാൻഡുകളുടെയും സ്ഥിരമായിട്ട് ഫോണുകൾ അൺബോക്സ് ചെയ്യുന്നതിൻ്റെ ഓരോന്നിൻ്റെ പ്രത്യേകത അറിയാം. മോട്ടോറോള ഫോണുകൾ നിങ്ങൾ നോക്കിക്കോളൂ, ഈ ബോക്സിനകത്ത് ബാക്ക് കേസ് ഇട്ടായിരിക്കും വരുന്നത്. പലപ്പോഴും അങ്ങനെ തന്നെയാണ്. ഓരോ ബ്രാൻഡിനും ചില പ്രത്യേകതകളുണ്ട്. അതുപോലെ അടുത്തിടെ മോട്ടോറോള പുറത്തിറക്കിയ സ്മാർട്ട് ഫോണുകളെല്ലാം മികച്ച സ്മാർട്ട് ഫോണുകൾ തന്നെയാണ്, മികച്ച പ്രൈസിങ്ങും. അതുപോലെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയേണ്ടത് സ്റ്റോക്ക് ആൻഡ്രോയിഡ്. അത് തന്നെയാണ് മോട്ടോ ഫോണുകളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രത്യേകത. എനിവേ ദേ ഇരിക്കുന്നു നമ്മുടെ 2 സ്മാർട്ട് ഫോണുകൾ, മോട്ടോ G10 പവറും മോട്ടോ G30. അപ്പോൾ നമുക്ക് ഫോണുകൾ പുറത്തേക്ക് എടുക്കാം. കണ്ടല്ലോ, G10 G30. ഫോണിലേക്ക് തിരിച്ചു വരാം. അതിനു മുമ്പ് ഈ ഫോണിൻ്റെ ബോക്സിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം G10ൻ്റെ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ G10നകത്തും ഇതുപോലെ അതിൻ്റെ ഒരു യൂസർ മാനുവലും വാറണ്ടി കാർഡ് ഇൻഫോർമേഷൻ, മറ്റ് പേപ്പർ വർക്ക്, അതുപോലെ സിം ഇജക്ടർ പിൻ സെപ്പറേറ്റ് ഇതുപോലെ കൊടുത്തിരിക്കുന്നു. ചാർജിങ്ങിനായിട്ട് 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ കൊടുത്തിരിക്കുന്നു ഈ ഒരു മോട്ടോ G10 പവറിലും. ആ G10 പവറിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ മികച്ച ബാറ്ററി പവർ എഫിഷ്യൻ്റ് ആണ് ഈ ഒരു ഫോൺ എന്ന് പറയേണ്ടി വരും. കാരണം 6000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. അത് ചാർജ് ചെയ്യാനായിട്ട് ഇതുപോലെ ടൈപ്പ് സി കേബിൾ തന്നെ നൽകിയിരിക്കുന്നു. അടുത്തത് മോട്ടോ G30യിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിലും നമുക്കിതുപോലെ യൂസർ മാനുവലും വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ, സിം ഇജക്ടർ പിൻ, സെയിം 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ നൽകിയിരിക്കുന്നു. ഇവിടെ കണ്ടില്ലേ 20 എന്നിങ്ങനെ ഈ ഒരു ചാർജിൽ തന്നെ എഴുതിയിട്ടുണ്ട്. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കും. പക്ഷേ 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ആണെങ്കിലും വളരെ കുഞ്ഞ് കോമ്പാക്റ്റ് ചാർജർ. ചാർജിങ്ങിനായിട്ട് ടൈപ്പ് സി കേബിൾ തന്നെ ഈ ഒരു ഫോണിനകത്തും നൽകിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഫോണിലേക്ക് വരാം. അപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്തപ്പോൾ പറഞ്ഞതിനകത്ത് ഏതാണ്ട് ഒരു 50% ശരിയായി. G10 ബാക്ക് കവർ ഇല്ലാതെയും അതുപോലെ G30 ബാക്ക് കവറും ഉൾപ്പെടെയുമാണ് വരുന്നത്. അപ്പോൾ ഈ G10ൻ്റെ ബോക്സിനോടൊപ്പം കവറേ നൽകിയിട്ടില്ല. പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും. G30യിൽ എന്തായാലും കവർ നൽകിയിട്ടുണ്ട്. ആ നൽകിയിരിക്കുന്ന കവർ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ബാക്കിൽ അപ്ലൈ ചെയ്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓർക്കുക, G10 ആണ് പ്രൈസ് കുറവ്. G30 അതിനേക്കാൾ അല്പം കൂടി കുറച്ചുകൂടെ പ്രീമിയമാണ് G10ഉമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡ് കാണുമ്പോഴും നമുക്ക് ആ ഒരു പ്രീമിയംനെസ് നമുക്ക് G30യിൽ ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ G10 ഒരുപാട് കുറഞ്ഞതെന്നല്ല അർത്ഥം. ഇവിടെ G10ൻ്റെ ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒരു പാറ്റേൺ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു ഗ്രിപ്പ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. കണ്ടില്ലേ, ഈ ഒരു ഗ്രിപ്പ് ഫോണിൻ്റെ ബാക്കിൽ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ G30 വന്നപ്പോൾ കുറച്ചുകൂടെ സ്മൂത്താണ്, സിൽക്കി സ്മൂത്ത്. അതിൻ്റെ ഒരു ബാക്ക് സൈഡ് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ വേണമെങ്കിൽ തെറ്റിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ നല്ല ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. 2 ഫോണുകളുടെയും ക്യാമറ മൊഡ്യൂൾ ഏതാണ്ട് ഐഡൻറ്റിക്കലാണ്, ഒരുപോലെ ഇരിക്കുന്നു ക്യാമറ മൊഡ്യൂൾ. പക്ഷേ മൊഡ്യൂളിൽ കാഴ്ചയ്ക്ക് മാത്രമാണ് ഐഡൻറ്റിക്കൽ, ക്യാമറയിൽ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ 2ലും ബാക്കിലാണ് ഇതുപോലെ ഫിംഗർ പ്രിന്റ് സംവിധാനം നൽകിയിരിക്കുന്നത്. അതിനകത്ത് 2ലും മോട്ടോറോളയുടെ ആ ഒരു ലോഗോ കൊടുത്തിട്ടുമുണ്ട്. 2ഉം കാണാൻ ഗുഡ് ലുക്കിംഗ് സ്മാർട്ട് ഫോണുകൾ എന്ന് പറയാതെ വയ്യ. നല്ല രസമുണ്ട് കാണാൻ, അടിപൊളി. അപ്പോൾ G10ൻ്റെ പുറത്തുള്ളതും G30യുടെ പുറത്തുള്ളതായിട്ടുള്ള ഈ ഒരു സ്റ്റിക്കർ, അതിൻ്റെ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ ഇതുപോലെ ഊരി മാറ്റുന്നു. ഇനി നമുക്കിതിൻ്റെ ഒരു ഫിസിക്കൽ ഓവർ വ്യൂ കൂടി നോക്കാം. 2 ഫോണുകളുടെയും വലത്ത് സൈഡിൽ ഇതുപോലെ പവർ ബട്ടൺ ഇവിടെ കാണാം. വോളിയം റോക്കേഴ്സ് ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. കൂടാതെ ഒരു ഗൂഗിൾ അസിസ്റ്റന്റ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് പ്യുവർ ആൻഡ്രോയിഡ് വരുന്ന നോക്കിയ ഫോണുകൾ ഉൾപ്പെടെയൊക്കെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഇത്തരത്തിലൊരു ഡെഡിക്കേറ്റഡ് ഗൂഗിൾ അസിസ്റ്റന്റ് ബട്ടൺ. താഴേക്ക് വരുമ്പോൾ 2 സ്മാർട്ട് ഫോണുകളും ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗ്രില്ല്, അതുപോലെ മൈക്രോഫോൺ. ഇടതുവശത്തേക്ക് വരുമ്പോൾ സിം ട്രേ, 2ൻ്റെ
ഫോണുകളുടെയും ആ ഒരു പൊസിഷനിങ് ഒക്കെ ഐഡൻറ്റിക്കലായിട്ട് കാണാം. മുകളിലേക്ക് വരുമ്പോൾ രണ്ട് ഫോണുകളിലും മുകളിലാണ് 3.5mm ഓഡിയോ ജാക്ക് നൽകിയിരിക്കുന്നത്. പക്ഷേ G30യിൽ മാത്രം സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് കൊടുത്തിരിക്കുമ്പോൾ G10ൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് നൽകിയിട്ടില്ല. അപ്പോൾ ഓർക്കുക, G10 പ്രൈസ് കുറവ്, G30 അതിൽ നിന്നും അല്പം കൂടി പ്രൈസ് കൂടുതൽ. അപ്പോൾ നമുക്കിനി ഈ രണ്ട് ഫോണുകളുടെയും സിം ട്രേ ഏത് ടൈപ്പ് ആണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഫോണുകൾ പ്രതീക്ഷിക്കുന്നത് ഒരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. നമുക്ക് നോക്കാം. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടല്ല, ഹൈബ്രിഡ് സ്ലോട്ടാണ് നൽകിയിരിക്കുന്നത്. അതായത് ഒരേ സമയം ഒരു മെമ്മറി കാർഡ് ഒരു സിം കാർഡും അല്ലെങ്കിൽ രണ്ട് സിം കാർഡ്. ഇത് G10ൻ്റെ കേസാണ്. G30യിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് കൂടി നോക്കാം. യെസ്, അതും വ്യത്യാസമില്ല, രണ്ടും ഹൈബ്രിഡ് സിം സ്ലോട്ട്. അതുപോലെ ഈ ഫോണുകളുടെ സിം ട്രേ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകുന്നത്, ഇവിടെ ഒരു റബ്ബറൈസ്ഡ് ഒരു കവറിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് വെള്ളമൊന്നും ഒരിക്കലും ഇതിനകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു റബ്ബറൈസ്ഡ് കവറിങ്, ഇതുപോലെ ഒരു ചുവപ്പ് കവറിങ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ വളരെ നല്ല കാര്യം. അപ്പോൾ നമുക്കിനി ഈ രണ്ട് ഫോണുകളൊന്ന് ഒരുമിച്ച് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ രണ്ടിലും ഇതുപോലെ മോട്ടോറോളയുടെ ലോഗോ കാണിക്കുന്നുണ്ട്. പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് രണ്ടിലും എഴുതി കാണിക്കുന്നുണ്ട്. ഹലോ മോട്ടോ. കണ്ടില്ലേ, നമ്മളിത് ഓൺ ചെയ്യുമ്പോൾ കേട്ട അതിൻ്റെ ഒരു വെൽക്കം ടോൺ. ഇനി നമുക്കിതൊന്ന് സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് ഫോണുകളും നമ്മൾ അതിൻ്റെ ഒരു ഇനിഷ്യൽ സെറ്റപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ ഒരു വെയ്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ G10, അതായത് മോട്ടോറോള G10 പവർ വന്നിട്ട് 220 ഗ്രാം ഭാരമുണ്ട്. എന്നാൽ ഇവിടെ G30 വന്നിട്ട് 200 ഗ്രാം ആണ് ഭാരം. കമ്പാരിറ്റീവ്ലി 10ന് ഒരു അല്പം വെയിറ്റ് കൂടുതൽ, 220 ഗ്രാമിൽ താഴെയുള്ള ഫോണുകളാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ രണ്ടിനും കമ്പാരിറ്റീവ്ലി വെയിറ്റ് ഉണ്ട്. എന്നാലും G10 ആണ് വെയിറ്റ് അല്പം കൂടി കൂടുതലായിട്ട് വരുന്നത്. രണ്ട് ഫോണുകളുടെയും ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കുറച്ചൊരു ബൾക്കി ഫീല് വരുന്നുണ്ട്. ഇവിടെ G10 9.19mm, അതുപോലെ G30 9.1mm ആണ് തിക്നെസ് ഒക്കെ ഏകദേശം സെയിം തന്നെയാണ്. എന്നിരുന്നാലും നമുക്ക് കുറച്ചുകൂടെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിട്ട് ഫീൽ ചെയ്യുന്നത് പ്രൈസ് കൂടിയ G30 തന്നെയാണ്. ഇനി ഇതിൻ്റെ ഒരു ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് ഫോണുകളും സെയിം സൈസ് ഡിസ്പ്ലേ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇത് G10ഉം ഇത് G30യും. അപ്പോൾ ഇവിടെ 6.5 ഇഞ്ചിൻ്റെ HD+ മാക്സ് IPS LCD ഡിസ്പ്ലേ ആണ്. ഓർക്കുക, HD+ ഡിസ്പ്ലേ ആണ്, ഫുൾ HD ഡിസ്പ്ലേ അല്ല. അപ്പോൾ അത് ഫുൾ HD ഡിസ്പ്ലേ ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയെന്ന് തോന്നുന്നു. അതുപോലെ LCD ഡിസ്പ്ലേ ആണ്. LCD ഡിസ്പ്ലേ ആണെങ്കിലും നല്ല ഒരു വൈറ്റ് ടോണുള്ള മികച്ച ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഫോണുകൾക്ക് നൽകിയിരിക്കുന്നത്. സാധാരണ ഈ ഒരു റേഞ്ചിലെ സ്മാർട്ട് ഫോണുകൾ, എസ്പെഷ്യലി HD+ ഡിസ്പ്ലേ ഒക്കെ ആണെങ്കിൽ ഒരു യെല്ലോയിഷ് ടോൺ കൂടി കയറി വരുന്നതായിട്ട് കാണാം. പക്ഷേ ഇവിടെ നല്ല പ്യൂർ വൈറ്റ് ടോൺ ഡിസ്പ്ലേ കൊള്ളാം. പക്ഷേ ഇതിൻ്റെ ഒരു വ്യൂയിങ് ആംഗിളൊക്കെ നോക്കി കഴിഞ്ഞാൽ ഓക്കെ എന്ന് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ ഡിസ്പ്ലേയെ കുറിച്ച്. അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. കാരണം ഇതിനകത്ത് പ്യുവർ ആൻഡ്രോയിഡ് ആണ്, സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. ആൻഡ്രോയിഡ് 11ലാണ് ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയും നമുക്ക് ആൻഡ്രോയിഡ് 12ൻ്റെയും ആൻഡ്രോയിഡ് 13ൻ്റെയും ഒക്കെ അപ്ഡേറ്റ് ആ വെർഷനുകൾ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ലഭിക്കും. പ്യുവർ ആൻഡ്രോയിഡ് ഫോണുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. മാത്രമല്ല ഇതിനകത്ത് ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്ന ആപ്ലിക്കേഷനുകൾ എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഗൂഗിളിൻ്റേതായിട്ടുള്ള വളരെ കുറച്ച് ആപ്ലിക്കേഷനുകൾ, നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി. അത്രയും ആപ്ലിക്കേഷൻസ് കുറവായതുകൊണ്ട് തന്നെയും ഒരു ക്ലീൻ യൂസർ ഇൻ്റർഫേസ് ആണ്. മാത്രമല്ല ഒരു സ്മൂത്ത് പെർഫോമൻസും നൽകും. മാത്രമല്ല ഇതിൻ്റെ ഒരു ബാറ്ററി പെർഫോമൻസും മികവുറ്റതായിരിക്കും മറ്റ് ബ്രാൻഡ് ഫോണുകളെക്കാൾ. അതാണ് ഈ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ ഗുണം. ഈ ഫോണുകളുടെ പ്രത്യേകതകൾ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്മാർട്ട് ഫോണുകളും IP52 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അതുപോലെ ഡുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിനകത്ത് രണ്ടിലും ഉപയോഗിച്ചിരിക്കുന്ന ബ്ലൂടൂത്ത് വെർഷൻ എന്ന് പറയുന്നത് ബ്ലൂടൂത്ത് വെർഷൻ 5 ആണ്. ഡുവൽ വോൾട്ടി സപ്പോർട്ട് രണ്ട് ഫോണുകളും നൽകും. ഓർക്കുക, രണ്ട് ഫോണുകളും 4G സപ്പോർട്ടുള്ള ഫോണാണ്. രണ്ട് ഫോണിനകത്തും FM റേഡിയോ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. രണ്ടിലും 3.5mm ഓഡിയോ ജാക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ G30യിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത, ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിനകത്ത് NFC കൂടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ G10ൽ അത്തരത്തിൽ NFC സപ്പോർട്ട് നൽകിയിട്ടില്ല. അപ്പോൾ NFC-യുടെ ഒരു അഡ്വാൻറ്റേജും നമുക്ക് G30ക്ക് അവകാശപ്പെട്ടതാണ്. അടുത്തതായിട്ട് ഈ ഫോണുകളുടെ ഓഡിയോ ക്വാളിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം G10 മോണോ സ്പീക്കറാണ്. ഡീസൻ്റ് ആയിട്ടുള്ള സൗണ്ടും G10 നൽകുന്നുണ്ട്. അടുത്തത് G30. ഇതും സെയിം, രണ്ടും മോണോ സ്പീക്കറുകളാണ്. ഈ ഫോണുകളുടെ പ്രൈസ് റേഞ്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രൈസ് റേഞ്ച് ആണെങ്കിൽ ആ പ്രൈസ് റേഞ്ചിൽ പോലും സ്റ്റീരിയോ സ്പീക്കറുകൾ നൽകുന്ന ബ്രാൻഡുകൾ ഇപ്പോൾ ഉണ്ട്. പക്ഷേ ഇത് മോണോ സ്പീക്കറുകളാണെന്ന് ഓർമ്മിച്ചോളട്ടെ. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റിയിലേക്ക് വന്നാൽ ഇത് G10 ആണ് താഴെ ഇരിക്കുന്നത്, മുകളിൽ ഇരിക്കുന്നത് G30. ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ്. കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. സെയിം സ്ക്രീൻ സൈസാണ്, സെയിം ക്വാളിറ്റി തന്നെ രണ്ട് ഫോണുകളും ഡെലിവർ ചെയ്യുന്നു. രണ്ടും HD+ ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ. രണ്ടും IPS LCD
ഡിസ്പ്ലേ ആണ്. പക്ഷേ LCD ഡിസ്പ്ലേ ആണെങ്കിലും അതിൻ്റെ ഒരു കളർ കാലിബ്രേഷനൊക്കെ വളരെ മനോഹരം തന്നെയാണ്. നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ നിന്നും ഇത്തരത്തിലുള്ള 4K വീഡിയോകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാം. നേരത്തേക്കുള്ള ഒരു പ്രശ്നം ഞാൻ അത് മുൻ വീഡിയോകളിലും പറഞ്ഞതാണ്. യൂട്യൂബിലൊക്കെ HD+ ഡിസ്പ്ലേ ഉള്ള ഫോണാണെങ്കിൽ യൂട്യൂബിൽ നിന്ന് കാണുന്ന കണ്ടന്റും HD+ റെസൊല്യൂഷനിൽ പരിമിതപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ HD+ ഡിസ്പ്ലേ ആണെങ്കിൽ പോലും നമുക്ക് 4Kയിലൊക്കെ റെസൊല്യൂഷൻ യൂട്യൂബിൽ സ്വിച്ച് ചെയ്ത് 4K റെസൊല്യൂഷൻ തന്നെ കാണാൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെയും അതൊരു വലിയ പ്രശ്നമല്ലാതായി തീർന്നിരിക്കുന്നു എന്നുകൂടി ഓർപ്പിക്കട്ടെ. അടുത്തായിട്ട് ഈ ഫോണുകളുടെ ക്യാമറ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ G10ഉം G30യും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കാണാൻ ക്യാമറ മുടികൾ ഒരുപോലെ ഇരിക്കുന്നെങ്കിലും പ്രൈമറി ക്യാമറയിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. G10ൽ 48 മെഗാ പിക്സലിൻ്റെയാണ് പ്രൈമറി ക്യാമറ എങ്കിൽ G30യിലേക്ക് വരുമ്പോൾ അത് 64 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ നൽകിയിരിക്കുന്നു. ബാക്കി 3 ക്യാമറകളും രണ്ടിലും സെയിം ആണ്. അതായത് 8 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ, 2 മെഗാ പിക്സലിൻ്റെ മാക്രോ, 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് അങ്ങനെ പോകുന്നു. രണ്ടും സെയിം സ്പെസിഫിക്കേഷൻ തന്നെയാണ്. ഈ ഒരു പ്രൈമറി സെൻസർ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. അതുപോലെ രണ്ട് ഫോണിലും സെൽഫി എടുക്കുന്നതിനുള്ള ഫ്രണ്ട് ക്യാമറ ഇതുപോലെ വാട്ടർ ഡ്രോപ്പ് നോച്ചിലാണ് നൽകിയിരിക്കുന്നത്. അതൊരു പഞ്ച് ഹോൾ ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയെന്ന് തോന്നുന്നു. ഇവിടെ G10ൽ വന്നിട്ട് ഫ്രണ്ട് ക്യാമറ 8 മെഗാ പിക്സലും അതുപോലെ G30യിൽ വന്നിട്ട് ഫ്രണ്ട് ക്യാമറ 13 മെഗാ പിക്സലിൻ്റെതുമാണ്. എനിക്ക് കൂടെ ഈ ഫോണുകൾ മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ G10 ഏതാണെന്ന് ഇങ്ങനെ ഒന്ന് ബാക്ക് നോക്കേണ്ടതുണ്ട്. G10 ഓർക്കാൻ ഇതുപോലുള്ള ഈ ഒരു സ്ട്രിപ്പ് കാണുന്ന ടൈപ്പ് ബാക്ക് ഉള്ളതാണ് G10, ഇത് G30. അടുത്തതായിട്ട് ഈ ഫോണുകളുടെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ G10ൽ വന്നിട്ട് സ്നാപ്ഡ്രാഗൺ 460 എന്ന പ്രോസറും അതുപോലെ G30യിൽ വന്നിട്ട് സ്നാപ്ഡ്രാഗൺ 662 എന്ന പ്രോസറുമാണ് നൽകിയിരിക്കുന്നത്. രണ്ടും സെയിം വേരിയൻ്റ് ആണ്. 4GB 64 ആണ് രണ്ടിലും നൽകിയിരിക്കുന്നത്. ഒരൊറ്റ വേരിയൻ്റ് ആണ് രണ്ട് ഫോണുകളും. 4GB RAM 62GB ഇന്റർണൽ മെമ്മറി വേരിയന്റ്. അപ്പോൾ ആ കാര്യത്തിലെല്ലാം സെയിം. പക്ഷേ പ്രോസറിലാണ് വ്യത്യാസം. G30 കുറച്ചുകൂടെ അപ്പർ പ്രോസറാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ബാറ്ററി സൈഡിലുമുണ്ട് ചെറിയൊരു വ്യത്യാസം. ഇവിടെ G10നാണ് കൂടുതൽ ബാറ്ററി പവർ നൽകിയിരിക്കുന്നത്, 6000 mAh ബാറ്ററി. എന്നാൽ G30യിൽ 5000 mAhൻ്റെ ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ 6000 mAhൻ്റെ ബാറ്ററി ഉള്ളത് കൊണ്ടായിരിക്കണം 20 ഗ്രാം ഭാരം G30യേക്കാൾ G10ന് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത്. രണ്ടിലും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് സെയിം ആണ്. 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ Type-C ചാർജിങ് പോർട്ട് തന്നെയാണ് രണ്ട് ഫോണിലും. അടുത്തതായിട്ട് നിങ്ങളൊക്കെ ഈ ഒരു ഫോണിൻ്റെ പ്രൈസിങ് ആയിരിക്കും പ്രതീക്ഷിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഫോണിൻ്റെ വീഡിയോ ചെയ്യുന്ന ഈ ഒരു നിമിഷം നമുക്കിതിൻ്റെ പ്രൈസിങ് അറിവായിട്ടില്ല. പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഉറപ്പായിട്ടും ഇതിൻ്റെ പ്രൈസ് പുറത്തു വരും. കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ പ്രൈസ് നമ്മൾ താഴെ കമൻറ്റിൽ പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് തോന്നിയ കുറവുകൾ ആദ്യം വേണമെങ്കിൽ പറയാം. HD+ ഡിസ്പ്ലേ ആണെന്നുള്ളതൊരു കുറവായിട്ട് തോന്നുന്നു. LCD ഡിസ്പ്ലേ ആണ്. പക്ഷേ ഈ പ്രൈസ് റേഞ്ചുമായിട്ട് കമ്പയർ ചെയ്ത് വേണം എല്ലാം കാണാൻ. വാട്ടർ ഡ്രോപ്പ് നോച്ചാണ്, അതുപോലെ ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ഇല്ല, ഹൈബ്രിഡേ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കുറവുകളായിട്ട് തോന്നുന്നത്. നമ്മൾ സാധാരണ ഏതൊരു ഫോൺ പറയുമ്പോഴും അതിൻ്റെ ഗുണങ്ങളാണ് ആദ്യം പറയുന്നത്. പക്ഷേ ഇവിടെ കൂടുതലും കുറവുകളാണ് ആദ്യമേ പറയേണ്ടി വരുന്നത്. പക്ഷേ ഡിസ്പ്ലേ LCD ആണെങ്കിലും കാണാൻ മികച്ചത് തന്നെയാണ്, മറ്റു പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ സൈഡ് തന്നെയാണ് ഇതിൻ്റെ ഒരു വലിയൊരു ഹൈലൈറ്റ്. അതുപോലെ G30യിൽ 64 മെഗാ പിക്സലിൻ്റെ ക്യാമറ സെറ്റപ്പും ഇതിനകത്ത് 48 മെഗാ പിക്സലിൻ്റെ ക്യാമറ സെറ്റപ്പ്, ഈ പറഞ്ഞ ബാറ്ററി കപ്പാസിറ്റി, അതൊക്കെ ഇതിൻ്റെ ഗുണങ്ങൾ തന്നെയാണ്. മാത്രമല്ല സ്റ്റോക്ക് ആൻഡ്രോയിഡ് മോട്ടോറോള ഫോൺ ലഭിക്കുന്നു എന്നുള്ളതും ഗുണം തന്നെയാണെന്ന് എടുത്തു പറയട്ടെ. അപ്പോൾ മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം. സ്റ്റേ സേഫ്. ബൈ.